ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇനി ആരാധകരെ കാത്തിരിക്കുന്നത്. ഫ്ലുമിനൻസും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെൽസിയുടെ എതിരാളികൾ പാൽമിറാസ് ആണ്. PSG-യും ബയേണും തമ്മിലുള്ള ഒരു മത്സരം നമ്മെ കാത്തിരിക്കുന്നു. റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഈ 4 മത്സരങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഏതായാലും നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ആ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതുവരെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മറ്റാരുമല്ല, അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡിമരിയയാണ്. 37 വയസ്സുള്ള ഡിമരിയയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത്. ബെൻഫിക്കയ്ക്ക് വേണ്ടി 4 ഗോളുകളാണ് ഡിമരിയ നേടിയിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ അദ്ദേഹം നേടുകയായിരുന്നു. പക്ഷെ ഇനി അദ്ദേഹത്തിന് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ബെൻഫിക്ക ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ബയേണിന്റെ ജമാൽ മുസിയാല വരുന്നു. 3 ഗോളുകൾ അദ്ദേഹം നേടി. ബൊറൂസിയയുടെ സെർഹോ ഗിറാസി 3 ഗോളുകൾ നേടി. യുവന്റസിന്റെ കനാൽ യിൽഡിസ് 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസാം അബൌ അലി 3 ഗോളുകൾ, മാർക്കോസ് ലിയനാർഡോ 3 ഗോളുകൾ, ഗോൺസാലോ ഗാർഷ്യ 3 ഗോളുകൾ, പെഡ്രോ നെറ്റോ 3 ഗോളുകൾ, ഹാരി കെയ്ൻ 3 ഗോളുകൾ, ഏർലിംഗ് ഹാലൻഡ് 3 ഗോളുകൾ. ഇങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. 4 ഗോളുകൾ നേടിയ ഏക താരം ഡിമരിയയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം 3 ഗോളുകൾ നേടിയ ഭൂരിഭാഗം താരങ്ങളും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ട് ആര് സ്വന്തമാക്കും, അത് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.